ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയെന്ന് നോക്കിയാലോ. പ്രത്യേകിച്ചിട്ടൊന്നും പറയാനൊന്നുമില്ല, എല്ലാവരും പോലെ തന്നെ സാധാരണ ദിവസം തന്നെയാണ് എൻ്റെതും. മക്കളൊക്കെ നല്ല ഉറക്കമാണ്, അതേപോലെ തന്നെ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഞാനും ഫ്രണ്ടിലത്തെ ഡോറൊക്കെ തുറന്ന് അവിടെ കുറച്ച് നേരം പോയിരിക്കും ആദ്യം തന്നെ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് നിൽക്കുക. ഏകദേശം നേരമൊക്കെ വെളുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി സ്ട്രോങ് ടീ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇതാ ചായക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കടി ഉണ്ടാക്കണമെന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഞാൻ പിന്നെ മക്കൾ കാരണപ്പോൾ പിന്നെ അവരെ പിന്നാലെ നടന്നിരുന്നത്, അത് കാരണം നമുക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ദോശയും അതേപോലെ തന്നെ ബീഫ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തു. പിന്നെ ഉച്ചക്കൊക്കെ ഓരോ കലാപരിപാടിയിലേക്ക് നിൽക്കുകയാണ്. വലിയമത അവിടെ ഇരുന്നിട്ട് അത് എന്താ അതിൻ്റെ പേര്, ക്യാബേജ് അരിയുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനിവിടെ ചോറ് വെട്ടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ പോയിട്ട് ക്യാബേജ് പച്ചോടൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ അടിച്ചൊരു തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തിരുമ്പിയ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അതൊന്ന് ഉണക്കാനിടാനുണ്ടായിരുന്നു. പിന്നെ കുളിച്ച് റെഡിയായ പിന്നെ നമുക്ക് ഉച്ചക്ക് കഴിക്കണ്ടേ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് എന്താണെന്ന് നോക്കിയാലോ. നല്ല ചൂട് ചോറുണ്ട്. കറിയായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് നല്ല മോര് കറിയായിരുന്നു. അതേപോലെ തന്നെ ബീഫ് വരട്ടിയതുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു. പപ്പടം ക്യാബേജൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും നമുക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല. ഞാനും അതേപോലെ തന്നെ മക്കൾക്കുള്ള ചോറും അതേപോലെ തന്നെ മോൾക്ക് ഉള്ള ചോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മക്കൾക്ക് ചോറ് കൊടുക്കാം. ആദ്യത്തെ ഉരുള തന്നെ ഞാൻ കഴിച്ചു. പിന്നെ രണ്ടാമത്തെ ഉരുള നമ്മൾ മക്കൾക്ക് കൊടുത്ത്. പിന്നെ ഹാളിൽ പോയി വെക്കുമ്പോൾ വലിയമ്മയും ഇമ്മീൻ്റെ അവിടെ ഇരുന്നിട്ട് ചോറ് വയ്ക്കണത്. വലിയമ്മക്ക് ക്യാമറ അതൊക്കെ ഭയങ്കര മടിയാണ് ഗൈസ്. ഉമ്മ അതാ ചോറ് വയ്ക്കണുണ്ട്.